ഉറങ്ങി കിടക്കുന്ന റാണിയുടെ ഭീകരമായ മുഖം കണ്ടോ? എപ്പോഴും ഉറക്കാന്ന് പറഞ്ഞില്ലേ? ഈ നിന്ന് ചെയ്യുന്ന പണിയുണ്ട. ഇത് എന്തിനായ പണി? തളർന്നു കേട്ടോ. കുറെ നേരം കൊണ്ട് ഒന്ന് മാന്തി വിടുക. ഞാൻ ഇപ്പോഴാണ് വീഡിയോ എടുക്കാനായിട്ട് വന്നത്. അത് പകുതി താഴെ അതിന്റെ ഇടയ്ക്കൊരു അര ഇരിക്കുന്നുണ്ടാ. ചവിട്ടണോ എന്തോ അതിന്. എന്ത് റാണി സംഭവം എന്താ പറയാ? ഇതാണ്ട ഇതാണ് സംഭവം. അച്ചപ്പം വന്നതിന്റെ ബഹളമാണ് ദാണ്ട് ഈ കാണുന്നത്. മാന്ത് ഒന്നുകൂടെ മാന്ത്. നില്ലണ്ട, മാന്തി നോക്കട്ടെണ്ണ. ആ കമ്പി മാന്തി പൊടിക്കും. അതിന്റെ ഇടയ്ക്ക് ഒരു ചെറുതിരിക്കുന്നു, അതിന് ചവിട്ട് കിട്ടും. ഓഹോ, അതുപോലെ അത് മിക്കവാറും മറിഞ്ഞു വീഴും. അതിന്റെ ഇടയ്ക്ക് കൂടെ ഒരാൾ കയറിയിരുന്നു. അച്ചപ്പ തിന്നാനുള്ള ബഹളം. അതാ റാണി അകത്ത് കയറി. ചിമ്മിയുടെ അകത്ത് കയറി ചിമ്മിയുടെ അച്ചപ്പ അടിച്ചു മാറ്റി. റാണിയെ ജാക്കി അതിന്റെ ഇടയ്ക്കതോ ഒരു അര വന്നീന്ന് അച്ചപ്പ അടിച്ചു വരുന്നുണ്ടോ? അപ്പോൾ ഭയങ്കര വിരുവരുപ്പായിട്ട് പറയും. അവർക്ക് എന്തെങ്കിലും തിന്നാൻ കൊടുത്താൽ അവരെ പുറക്കെ നടന്ന് അടിച്ചു മാറ്റലാണ് ഇപ്പൊ മണിക്കുട്ടിയുടെ പണി. ജാക്കി വെളിയിൽ ചെല്ല, അവിടെ തരും. പോ, ഇതാ വെളിയിൽ പോടാ ജാക്കി. അവിടെ ബാക്കിൽ ബഹളം നടക്കുന്നു. 3 പെമ്പിള്ളേർ. അവരെ തുറന്നു വിട്ടില്ല, ഇവർക്ക് കൊടുത്തിട്ട് വേണം അവരെ. ഇവിടെ ഒരാൾ അച്ചപ്പത്തിൻ്റെ തീറ്റയുണ്ട. അരേ ആ പടം ഇച്ചിരി ഉള്ളു അച്ഛൻ. ദൈവമേ, ജാക്കി അവളെന്തെടുത്താലും ജാക്കി ഒന്നും പറയത്തില്ല. അവന് ഭയങ്കര ഇഷ്ടമാണ് അവളെ മണിക്കുട്ടിയെ. ഇത് ജാക്കിയിട്ടതും കൂടെ എടുത്ത് തിന്നു മണിക്കുട്ടി. ഇത് മറ്റവർക്ക്. ഇതിവിടെ വെച്ചേക്കാം. ഇത് മാറ്റി വെച്ചില്ലെങ്കിൽ പാവം ബാക്കി കിടക്കുന്ന പെങ്കൊച്ചിനും കിട്ടില്ല. അവരെ കഴിഞ്ഞ് താഴെ കൊണ്ടുവന്നിട്ടാണ് കൊടുക്കുക. കാരണം അവരെ ഇവരോട് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടത്തില്ല. അതാണ് പ്രശ്നം. മണിക്കുട്ടി എന്തുവാ അത്? റാണി ഇത് എങ്ങനെയൊക്കെ തിന്നുന്ന? 2 കാല് താഴത്തെ പടിയിൽ, അല്ല 3 എണ്ണം താഴത്തെ പടിയിലില്ലേ? 1 എണ്ണം മാത്രമാണ് മേലത്തെ പടിയിൽ വെച്ചേക്കുന്നത്. വയറ്റിക്ക് കൊടുക്കണ്ട. അയ്യോ, അച്ചപ്പം വന്നപ്പോ തനി കൊണം വെളിയിൽ വന്നുണ്ട. ആ കൈ വെച്ചേക്ക് നോക്കിയാണോ? ഓഹോ, തൊണ്ട പിടിച്ച് കയറ്റും. ഇന്നാളൊരു ദിവസം റാണി ഇതുപോലെ രാത്രി ചോറ് കൊടുത്തപ്പോഴ് ചുമയങ്ങ് തുടങ്ങി. നമ്മൾ വിചാരിച്ച് ഇനി മുള്ളങ്ങാണം ചെറുതങ്ങ്, നമ്മൾ മുള്ളു കൊടുക്കാറില്ല. ഇനി എങ്ങാനോ അതിനകത്തൊരെണ്ണം കിടന്ന് മുള്ളങ്ങാണം കൊടുങ്ങിയതാണോ എന്നറിയാൻ കഴിഞ്ഞ് രാവിലെ ഭയങ്കര ചുമയായിരുന്നു. രാവിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് മുള്ളൊന്നും അല്ല, ഈ ചോറ് കണ്ട് തിന്നപ്പം എന്തോ മണ്ടയിൽ കയറിയത്, അതിൻ്റെ ചുമയാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഗുളിക ഒന്ന് ഒരു നേരം കൊടുത്തപ്പോൾ അതങ്ങ് മാറി. കുട്ടിപ്പട്ടാളത്തിന് അഴിച്ചുകൊണ്ട് വരാൻ അണ്ണൻ മേളിൽ പോയിരിക്കുകയാണ്. 3 പെമ്പിള്ളേർ മേളിലുള്ളതിന്. ഇപ്പം വരും. ഇല്ല, ജെറ്റ് വരുന്നാണ് വരും. നോക്കിക്കോണേ. ഓ, അവിടെ ഇടിച്ച് തകർക്കുന്നു. ഗേറ്റ് ഇടിച്ച് പൊളിക്കും അവിടെ. ഇപ്പം വരും. നോക്കിക്കണോ? അയ്യോ, പട്ടാളം വന്നു. കുട്ടി പട്ടാളം. ഗ്രില്ല് തവൂട്ടിട്ടോ എല്ലാരെയും കൂടെ അകത്ത് കയറ്റിയാലേ ഇവിടെ കോലാഹലം നടക്കും. എടാ വില്ല, ഞാൻ ഈ പാക്കറ്റ് ഇവിടെ വെച്ചിരുന്നേ. അതിന്റെ ഇടയ്ക്കൂടെ അതാ ഇവ അടിച്ചു മാറ്റാൻ വന്നത്. ഈ പെമ്പിള്ളേർക്കുള്ളതാണത്. ഇത് കൊടു തരത്തില്ല. ജാനു അവിടെ കൊടുത്തു. അവിടെ പോയി തിന്നല്ലേ ഓടിച്ചല്ലേ. ജിമ്മിതാ എന്റെ മണ്ടേന്ന് എടുത്ത് താഴെ ചാടി. അടി വയറ്റിക്ക് അടിയിട്ട് വിതറി ഇട്ട് കൊടുത്തില്ലെങ്കിലേ ഒരുമിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരാൾ തന്നെ എല്ലാം കൂടെ എടുത്ത് തിന്നോളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ വിതറി തറയിലങ്ങ് ഇട്ട് കൊടുക്കുന്നത്. വയറ്റിക്കില്ല, വയറ്റി തിന്നതാണ്. കണ്ടാ അണ്ണ വീണ്ടും വയറ്റി. കാരണം അതാ പിള്ളേരതാ അവർക്ക് കൊടുത്ത്. ഇതെന്തേറ്റി? ഇത് നോക്കണ്ട. അകപ്പെട്ടു. വി ആർ ട്രാപ്ഡ്. ആ റാണിയുടെ ഇത് മണിക്കുട്ടി അടിച്ചു പറ്റുന്ന ഭയങ്കര സാധനം കേട്ടാ. നമ്മൾ ഉദ്ദേശിക്കുന്ന ആളൊന്നും എല്ലാം തോന്നുന്നു. എവിടെയെങ്കിലും ഇനി കിടപ്പുണ്ടോ നോക്കുക.
ജാക്കി വേഗം വെളിയിച്ചല്ല അവിടെ അവൻ ചാടിയതാ. മണിക്കുട്ടീനെ കൂടെ ഇറങ്ങിക്കോ, അവര് കളിക്കട്ടെ. അവിടെ മണിക്കുട്ടി ചെല്ലേ പോയി കളി അവരോടാ. ഉണ്ടാ വകയറി ഇവളെ ഇറക്ക്, റാണിയെ വെളി ഇറക്കും. ഇവള് മൂത്രം ഒഴിച്ചോളെ. കൈ 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 പോയി ചേച്ചിയാരോടെ പോയി കളിച്ചല്ലേ. റാണി അച്ചപ്പത്തിന് വേണ്ടി ഇത്രയും പരാക്രമം കാണിച്ചിട്ട് റാണി ഇങ്ങോട്ട് നോക്കിയേ, നാക്കിട്ട് അയച്ചിരിക്കുന്നു നോക്കി. ആ ഫ്രണ്ടിലും ആ മടക്കി ഫ്രണ്ടിലോട്ടാക്കി കിട്ടി, അങ്ങനെ കിട്ടി. ആ അത്രയും മതി, അല്ലെങ്കിൽ നടക്കുമ്പോൾ മറിഞ്ഞു വീഴും. അഴുക്ക് പറ്റാതിരിക്കാൻ വേണ്ടി ഒന്ന് കെട്ടി വെച്ചാൽ മതി. തുമ്പിയെ തുമ്പി അവളുടെ അടുത്ത് കളിച്ചോളാൻ വയ്യാതെ ഒന്ന് നിൽക്കുകയാണ്. അച്ചപ്പ കണ്ടപ്പോഴത്തെ ഭദ്രകാളി കയറിയണക്കായിരുന്നു റാണി. രണ്ടു കാലിൽ നിന്ന് മാന്തുന്ന മാന്തകം കാണണമായിരുന്നു. പണികൂടി പോയി കളിച്ചാ പോ. അവളങ്ങ് ഇറങ്ങി പോയിക്കോളൂ. അണ്ണ ഇറങ്ങിയൊന്നും വേണ്ട. ഓടുന്ന ഓട്ടം കാണണം. ഇന്ന് ഞാൻ ഓടിച്ചിട്ടാ പിടിച്ചത്. ദീപിനെ പിടിച്ചേ. എല്ലാരും കൂടെ അകത്തേറിയാലേ ഇവിടെ പണി അടക്കത്തില്ല. കുറ്റിയിട്ട് ഇനി അങ്ങനെ കയറുമെന്ന് എനിക്കറിയാം. ഹലോ എക്സ്ക്യൂസ് മീ, രണ്ട് മേഡങ്ങൾ അവിടെ എന്തോ എടുക്കുന്നു? മേഡം ജാനു മേഡവും മറ്റേതേത് മേഡം? വൈറ്റി മേഡം. ചക്കി ഇവിടെ പോയി? ചക്കി മിസ്സിങ്. ചക്കി ബാഗിൽ പോയി. വൈറ്റി ഭയങ്കര പിണക്കോ, കാരണം അവളെ മാത്രമേ സ്നേഹിക്കാവോ, വേറെ ആരെ സ്നേഹിക്കരുത്. മണിക്കുട്ടി ഇവിടെ മേളിലെ പടിയിലിരുന്നിട്ട് പയ്യെ ഇറങ്ങിയതോ അങ്ങ് താഴെ പോയിട്ടുണ്ട്. അവളുമാരോടെ കളിക്കാനാണ്. വെച്ച് കാലിലെങ്ങാനും കയ്യിൽ ചവിട്ടി കൊടുക്കുന്നോന്ന് അറിഞ്ഞില്ല. ഞാനു അവനത് തന്നെ പണി. ആരെ കിട്ടിയാലും അവൻ കഴുത്തി കടിക്കും. നിനക്ക് ഇവിടെ എന്താ കാര്യം? ഇറങ്ങടാ വെളിയില്. നിനക്ക് ഇവിടെ എന്താ കാര്യം? നീ മാത്രം ഇവിടെ കയറിയിരിക്കുന്ന? അത് ഇറക്കാനൊന്നും പറ്റത്തില്ല. അവനായിട്ട് ഇറങ്ങി പോയാ പോയി, അല്ലെങ്കിൽ ഇറക്കാൻ പറ്റത്തില്ല. ഓഹോ തുമ്പി. മണിക്കുട്ടി അവിടെ നിന്ന് ഇരുന്നിരുന്നെങ്കിൽ മുറ്റത്തിറങ്ങി അവരോടെ കളിക്കാൻ വേണ്ടി. തുമ്പിയേ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കളിച്ചോളും. എനിക്ക് അടുക്കളയിൽ ജോലിയുണ്ട്, പണിയുണ്ട്. അണ്ണ ഇനി കുറച്ച് നേരം ഇവിടെ നിൽക്കും. അതുവരെ മണിക്കുട്ടീനെ ഇവരെ കൂടെ നിർത്തിയിരിക്കും. പിന്നെ നമ്മളങ്ങ് കയറി മേളിൽ പോകുമ്പോഴത്തെ അകത്ത് പോകുമ്പോൾ മണിക്കുട്ടീനെ അങ്ങ് അകത്ത് കൊണ്ടുപോകും. ബൈ പറയാ.